ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും സുഖവും സന്തോഷവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ആരൊക്കെ കാണില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നി ഈ വിഷയത്തിൽ. പക്ഷേ ഇത് വെച്ച് ഞാൻ എൻ്റെ ചാനൽ റീച്ചാക്കാൻ വേണ്ടിയിട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേര് പോലും ഇതിൽ ഞാൻ പരാമർശിക്കുന്നില്ല. അങ്ങനൊരു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വലുതായിട്ട് ആ പേരൊക്കെ എഴുതി പിടിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ ഒത്തിരി പേര് ചാടി വന്ന് ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കതുപോലും അങ്ങനെ പോലും പരാമർശിക്കാൻ ആ രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തി കല്യാണം കഴിച്ചു, ഓക്കെ, അവരുടെ താല്പര്യം അതാണെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ. നമ്മളെന്തിനാ അത് വിശകലനം ചെയ്യാൻ പോണേ? ആ വ്യക്തിയെ ഇത്ര വരെ കൊണ്ട് നടത്തിയതും നമ്മളായിരുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ഓരോരോ ഏറ്റക്കുറച്ചിലുകൾ എല്ലാം അവർ തന്നെയായിരുന്നു ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിഭാഗം നല്ല മനസാക്ഷിയുള്ള കുറച്ച് പേര് അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ ഈ വ്യക്തിയായിട്ട് യാതൊരു കണക്ഷനുള്ള ആളല്ല, ഞാൻ അവരുടെ സബ്സ്ക്രൈബർ അല്ല, ഫോളോവർ അല്ല. പക്ഷേ ഇപ്പം ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയൊരു പേര് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയത്. പക്ഷേ എനിക്ക് എല്ലാവരും അവരെ കുറ്റം പറയുമ്പോൾ എനിക്ക് കുറ്റം പറയാനല്ല തോന്നിയത്. പക്ഷെ അവർ പറഞ്ഞ കുറച്ച് പരാമർശങ്ങളോട് ഞാനും വിയോജിപ്പാണ്. എന്നിരുന്നാലും നമ്മളെല്ലാവരും പൂർണ്ണരല്ലല്ലോ. ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് തന്നെ വീഴുന്ന പലതും അബദ്ധങ്ങളാവാം. അപ്പോൾ നമ്മളെന്താ ഇനി അവരെ ഉപദേശിച്ച് നന്നാക്കാനാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെടുത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പേഴ്സണലി അവർ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നു. അവർ ഇട്ടേക്കുന്ന 1-2 വീഡിയോസിൽ ഇപ്പോൾ കണ്ടായിരുന്നു. ഈ അടുത്തിടെ ഞാൻ 2 ദിവസമായിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ച് അവരുടെ വീഡിയോസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർ ഫേസ്ബുക്ക് വഴി മെസ്സഞ്ചർ വഴി ആരുടെ അടുത്തൊക്കെയോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരുടെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാനായിരുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ പോയിട്ട് അവരോട് അങ്ങനെ പേഴ്സണലി ആയിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്. അതിന് പകരം നിങ്ങൾ ഇതുപോലെ യൂട്യൂബ് എന്ന് പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഇതിനിപ്പം കുറേ ആൾക്കാരെടുത്തിട്ട് അളക്കാൻ വരും. അവൾ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് പറയും. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആസ് എ പേഴ്സൺ ഞാനാണെങ്കിൽ അവരുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും ശ്രമിക്കുക. പിന്നെ ഇവിടെ ആരും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാവരും അല്ലല്ലോ, നമ്മളല്ലല്ലോ അവരുടെ ചിന്തകളും തീരുമാനങ്ങളും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണല്ലേ. അതിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട. അവർ പറഞ്ഞ കുറച്ച് പരാമർശങ്ങളോട് ഞാനും യോജിക്കുന്നില്ല. അത് പക്ഷേങ്കിൽ എനിക്ക് യോജിക്കുന്നില്ലെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അതെന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഇവിടെ പലരും പറഞ്ഞു ആ കുട്ടികളെയെങ്കിലും ഓർക്കണ്ടേ എന്ന്. കുഞ്ഞുങ്ങളെ ഓർക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും അത് ചെയ്തിട്ടുണ്ടോ? കാരണം അവർക്ക് 15ഉം 14ഉം വയസ്സുള്ള 2 മക്കൾ എവിടെയോ നിന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നു, യത്തീംഖാനയിലങ്ങാണ്ട് നിന്നിട്ട് പഠിക്കുന്നു എന്ന് പറയുന്നു. ആ മക്കൾക്കും ഉള്ളതല്ലേ ഈ സമൂഹം, അവരും പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ. അപ്പോൾ ആ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നു എങ്കിൽ നിങ്ങൾ ആ കുട്ടികൾക്ക് മാനഹാനി വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയത്തില്ലല്ലോ. എത്ര തന്നെ ആയാലും അതിൻ്റെ അമ്മയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരും കുഞ്ഞു മക്കളാണെങ്കിൽ ഓക്കെ, ആ കുഞ്ഞു മോനൊക്കെ സത്യം പറഞ്ഞാൽ ആ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ കുട്ടികൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവരും കാണുന്നതായിരിക്കാം, അവർ നിന്ന് പഠിക്കുന്ന സ്ഥാപനത്തിൽ അവരും കാണുന്നതായിരിക്കും. എല്ലാമാണ് ഇവർ ചെയ്തതെല്ലാം ശരിയാണെന്നല്ല എൻ്റെ വാദം. പക്ഷേങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു, നമ്മുടെ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന എത്രയോ പേര് അവരെക്കാളും പ്രായത്തിൽ കുറഞ്ഞ ആൺപിള്ളേരെ അല്ലെങ്കിൽ ആണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? പിന്നെ ഈ കുട്ടിയോട് പറയുന്നത് ഹസ്ബൻഡ് മരിച്ചിട്ട്, കുട്ടിയല്ല ലേഡിയാണെന്ന് തോന്നുന്നു, അവർക്ക് എത്ര ഏജ് എന്തോ എനിക്കറിയില്ല. അപ്പം ഹസ്ബൻഡ് മരിച്ചിട്ട് എത്രയായി എന്നുള്ളത്, അതിപ്പോൾ ഞാൻ ചിലപ്പം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ജീവിതകാലം മുഴുവൻ എനിക്ക് കല്യാണം വേണ്ട. എൻ്റെ അമ്മയെ ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഹസ്ബൻഡ് മരിച്ചു, 32ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് ജീവിതകാലം ഇന്ന് വരെ ഈ നിമിഷം വരെ അമ്മ വേറെ കല്യാണം കഴിച്ചിട്ടില്ല, മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങൾ 4 പിള്ളേരാണ്. പക്ഷേങ്കിൽ
അത് എൻ്റെ അമ്മയെ പോലെ ലോകം ആവണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ചില ആൾക്കാരാണെങ്കിൽ ഇപ്പം അവരേതോ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, എന്തുവാണ്, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ തുറന്നു പറയാൻ ഒരാൾ വേണം എന്നുള്ളത്. അപ്പോൾ അവരുടെ തീരുമാനം അതാണെങ്കിൽ അവരത് ചെയ്യട്ടെ, അതിനിപ്പോൾ എന്താ. ഇപ്പം നമ്മളൊക്കെ ഈ വിമർശിക്കുന്നതിന് മുമ്പേ നമ്മളൊന്ന് ചിന്തിക്കുക, ഞാനോ നിങ്ങളോ പൂർണ്ണരാണോ? അല്ല. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ അനേകായിരം തെറ്റുകൾ നമുക്ക് നമ്മളെ തന്നെ തിരുത്താൻ കാണും. അപ്പോൾ ഇതൊക്കെ വെച്ചും കൊണ്ട് നമ്മൾ എന്തിനാ മറ്റുള്ളവരെ, ഇതെന്താണെന്നറിയോ, ഒരു ദിവസം തന്നെ 4 ഒരേ വിഷയത്തെ വെച്ചിട്ട് ഒരു ചാനൽ തന്നെ 4-5 വീഡിയോ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഈ കുട്ടിയല്ല ലേഡിയെ പിന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് റീച്ച് ആവണം. നമ്മൾ ഒരുവനെ ചവിട്ടി തളർത്തിയിട്ടല്ല നമ്മൾ വളരേണ്ടത്. അത് ഇന്നല്ലെങ്കിൽ നാളെ കാലത്തിൻ്റെ തിരിച്ചടി നമുക്ക് വന്നിരിക്കുന്നുള്ളതാണ്, നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ, എൻ്റെ അമ്മയ്ക്ക് 3 പിള്ളേരായിരുന്നു, പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ ഒരാൾ പരദൂഷണം പറയുന്നിടത്ത് പോയി നിൽക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ കേട്ട് പഠിച്ച എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിലും 3 പെൺപിള്ളേരാണ്, നാളെ നമുക്ക് എന്താ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ളത്. അതേ പാതയാണ് ഞാനും പിന്തുടരുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അപ്പം ഞാനും വിചാരിക്കും, നമ്മളെന്തിനാ എല്ലാവരെയും വിമർശിക്കാൻ പോണേ? ദൈവം 8ൻ്റെ പണിയായിട്ട് തിരിച്ചു തരും. നമ്മുടെ പരമ്പര എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അതിങ്ങനെ വിശാലമായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ ചോരത്തിളപ്പിൻ്റെ കാലത്ത് വിചാരിക്കും നമ്മൾ തന്നെയാണ് ശരി എന്നുള്ളത്. പക്ഷേ അതല്ല, നമ്മുടെ കൺമുന്നിൽ നമ്മുടെ മക്കൾ കിടന്ന് വിഷമിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം അവരുടെ ശരികൾ അവർ ചെയ്യട്ടെ, പിന്നെ നമ്മളെന്തിനാണ് അതിനെ വെറുതെ എന്ത് ചെയ്താലും കുറ്റം. എൻ്റെ ചാനൽ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഇമാതിരി വിഷയങ്ങളൊന്നുമല്ല. പക്ഷെങ്കിൽ ഇതൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. ആ വ്യക്തിക്ക്, മനുഷ്യനാണ്, മനസ്സ് ചില സമയത്ത് ദുർബലപ്പെട്ടെന്ന് വരാം. അപ്പം നമ്മൾ ചില സമയത്ത് ആ കുട്ടികളുടെ വാപ്പ മരിച്ചേക്കുന്നതും ഇതുപോലെ ഇപ്പം പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്, അതിനെ ഒന്ന് ചോദ്യം ചെയ്യണം, അതങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. ഇതുപോലെ ആരെങ്കിലും അവരെക്കുറിച്ച് അപവാദം പറഞ്ഞത് കേട്ടിട്ടും ആയിക്കൂടെ ആ പുള്ളി അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായത്? അപ്പോൾ ശരിക്കും ആ മരണത്തിൻ്റെ പിന്നിൽ ആരാണ് കാരണക്കാർ? ചിന്തിച്ച് നോക്കൂ. അതുപോലെ ഇന്ന് ആ മക്കൾക്ക് അമ്മയെങ്കിലും കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും അവരെ ഇങ്ങനെ ഇട്ട് കുറ്റം പറയുമ്പോൾ അവർക്കും അവരുടെ മനസ്സിലും അരുതാത്തത് എന്തെങ്കിലും തോന്നിയാൽ ആ മക്കൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ മക്കൾക്ക് വരുന്ന നഷ്ടങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും ഉത്തരം പറയുമോ? ഇപ്പം എത്ര തന്നെ ആയാലും അവർ തന്നെയല്ലേ കഷ്ടപ്പെട്ട് അവരുടെ മക്കളെ നോക്കുന്നതും എടുക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടാൽ തോന്നും ഓരോരോ മക്കളെ ഓരോരോ ആൾക്കാരുടെ വീട്ടിലാണ് കൊണ്ടേൽപ്പിച്ചേക്കുന്നതെന്ന്. എന്തിനാണ് ശരിക്കും? അവർക്കും ആ കുഞ്ഞുമക്കൾക്കുള്ളതല്ലേ ഈ ലോകം, അവരും വളരട്ടെ. ഇപ്പം അവരുടെ അമ്മ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നമ്മളൊരു മര്യാദപൂർവ്വം നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് എല്ലാവരും പറയുന്നത് കേട്ടാൽ തോന്നും നമുക്ക് ആർക്കും ജീവിതത്തിൽ യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന്. പിന്നെ പ്രായത്തിൽ കുറഞ്ഞവനെ കല്യാണം കഴിച്ചു, ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഇവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇവർ തമ്മിൽ പ്രായക്കുറവാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചതാണ്, അവർക്ക് 5 മക്കളുണ്ടെന്ന്. അവർക്കില്ലാത്ത എന്ത് വിഷയമാണ് നിങ്ങൾക്ക്? എന്നിട്ടിപ്പോൾ എന്തായി? അവർ തമ്മിൽ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചിലവർ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെ? അപ്പോൾ അതിൽ നിങ്ങൾ സന്തോഷവാന്മാരാണോ? അതാണോ നിങ്ങളെ ഏറ്റവും സന്തോഷവാനായിട്ട് നിർത്തുന്നത്? അപ്പോൾ ഒരു വ്യക്തിക്ക് നഷ്ടങ്ങളാണ് നമ്മളെ കൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളാണ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളോടും ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ യോജിക്കുന്നില്ല. അവർ പറഞ്ഞ കുറച്ച് വാക്കുകൾ, പക്ഷേ എല്ലാവരും ഒരുപോലെയല്ലല്ലോ, അത് അവരുടെ വായിന്ന് വരുന്ന വാക്കാണ്. ഇപ്പം ചിലപ്പോൾ നമ്മളെക്കാളും ഒരുപാട് കഴിവുള്ളവരായിരിക്കാം അവർ. നമ്മൾ ആരെയും വില കുറച്ച് കാണരുതല്ലോ. അപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അവരുടെ മാത്രം, ഒരു മനുഷ്യൻ അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസ് മാത്രമാണ് അവർക്കറിയുള്ളൂ. നമുക്ക് ദൂരത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാവരെയും പുച്ഛിക്കാനും പരിഹസിക്കാനും ഒക്കെ എളുപ്പമാണ്. എന്ത് ലോകമാണ് ഇത് ശരിക്കും? നിങ്ങളെല്ലാവരും പറയുന്ന ആ മക്കളെ ഓർക്കണ്ടേന്ന്. അത് തന്നെയാണ് എനിക്ക് എല്ലാവരും ചോദിക്കേണ്ടത്. നിങ്ങളും ആ കുഞ്ഞുങ്ങളെ ഓർക്കണ്ടേ? അതിൻ്റെ അമ്മയാണ് നിങ്ങളിങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? ആ മക്കൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾക്ക്, സമ്മർദ്ദങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? എല്ലാവരെയും വിറ്റ് കാശാക്കിയിട്ട് കഴിക്കുമ്പം നിങ്ങൾ ചിന്തിക്കുക, ഇത് നമുക്ക് പറ്റുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് ഉതകുന്നതാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതിനെ ഇപ്പോൾ വിമർശിക്കാൻ ഒത്തിരി പേരുണ്ടാവും, പക്ഷെ അത് നിങ്ങളുടെ താല്പര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അവരുടെ തീരുമാനം.
അതിന് അവർ ജീവിക്കേണ്ടതും അവരാണ്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും അവരാണ്. അതിൻ്റെ അകത്തുനിന്ന് വന്ന നെഗറ്റീവ് വന്നാലും അവരനുഭവിക്കണം, നല്ലത് വന്നാലും അവരനുഭവിക്കണം. എല്ലാം അവരുടെ മാത്രം കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ വിശകലനം ചെയ്യും. പിന്നെ ആ സ്ത്രീ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാട്ടുകാരോട് ഇപ്പം നമ്മൾ മക്കളെ കുറിച്ച് ചിന്തിക്കണ്ടേ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ടേ എന്ന് പറയുമ്പോൾ നിങ്ങളും ചിന്തിക്കുക. നിങ്ങൾക്ക് 10-15 വയസ്സായ ഒരു മോൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. പിന്നെ 14 വയസ്സുള്ള ഒരു മോനാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരൊക്കെ കുറച്ചൊക്കെ, ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടെ എന്താ പറയുക, പക്വതയും കാര്യങ്ങളും ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ, നമ്മളൊക്കെ ഈ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളായിട്ട് ഒന്നും ചിന്തിക്കാനില്ലാത്ത ആ ഒരു ഇതാണെങ്കിൽ, ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ പക്വതയോടെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ മക്കളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതിരിക്കട്ടെ. എനിക്കിതിൽ പ്രത്യേകിച്ച് ലാഭങ്ങളോ നഷ്ടങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം ഞാനാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിലെങ്കിൽ എൻ്റെ മക്കൾ ഈ വിഷയത്തെ എങ്ങനെ, എൻ്റെ മക്കളെ ഇതെത്രമാത്രം ബാധിക്കും എന്നുള്ളത് ഞാനിപ്പോൾ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അവർ കല്യാണം കഴിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ എപ്പോഴും തനിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇത്രയും കാലഘട്ടത്തിന് ശേഷമേ അവർക്ക് കല്യാണം കഴിച്ചുകൂടൂ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ ഇത്ര വയസ്സുള്ളവനെ കഴിച്ചുകൂടും, അതിനൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല. കാര്യം ഇന്ന് ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ആണും താമസിക്കുന്നു, പെണ്ണും താമസിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്തിട്ട് അവർ കല്യാണം കഴിക്കുന്നു. അവർക്ക് തമ്മിലില്ലാത്ത എന്ത് പ്രശ്നമാണ്? എൻ്റെ മുത്തശ്ശി പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനക്കും അവൾക്കും ഇഷ്ടം, ഉനക്കെന്നെ തമ്പി നഷ്ടം. സത്യമല്ലേ? അപ്പോൾ അവർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നമുക്ക്? നിങ്ങൾ എല്ലാവരും എല്ലാ കാര്യത്തെയും വിമർശിക്കുകയാക്കുകയും ഒക്കെ ചെയ്യുക. പക്ഷേ ചിലരുടെ ഭാഷയൊക്കെ വളരെ മോശമായിട്ട് തോന്നുന്നു. ശരിക്കും അത് നിങ്ങളെയൊക്കെ ബാധിക്കുന്ന വിഷയമാണോ, ഇവിടെ എന്നെ ബാധിക്കുന്ന വിഷയമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ മക്കളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെവിടെയൊക്കെ എന്നെ ബാധിക്കുന്നു. കാര്യം ആ മക്കൾക്കും ഉള്ളതാണ് ലോകം, ആ മക്കൾ വളരുന്നതാണ് ഈ സമൂഹം. അപ്പോൾ അതിൻ്റെ അമ്മയ്ക്കില്ലാത്ത എന്ത് ചിന്തയാണ് നമ്മൾക്ക്? ഓക്കെ, അതിൻ്റെ അമ്മ ഇത്തിരി വിവരം കുറഞ്ഞതാണ് എന്ന് വിചാരിക്കുമോ? അല്ലെങ്കിൽ അവർക്ക് നമ്മളെപ്പോലെ ചിന്തിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളെപ്പോലെ ബുദ്ധി രാക്ഷസന്മാരെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കുമോ? പക്ഷേ എന്നിരുന്നാലും അവർക്കും ഉള്ളതല്ലേ ഈ ലോകം. എന്തിനാണ് നിങ്ങളെങ്ങനെ അവരെ നന്നാക്കാനാണ് തീരുമാനമെങ്കിൽ അവരെ പേഴ്സണലായിട്ട് ഉപദേശിക്കുന്നതിനും പകരം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിപ്പോൾ ഓരോരാളോട് വന്ന് പറയാനും നമുക്ക് പറ്റില്ല. എന്നാൽ ഈ വീഡിയോ ആരൊക്കെ കാണും ആരൊക്കെ കാണില്ല എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കാണുന്നവരൊന്ന് ചിന്തിച്ച് നോക്ക്, എൻ്റെ പോരായ്മകളെല്ലാം തികഞ്ഞതാണോ? എന്തായാലും ഞാനിങ്ങനെയല്ല, എല്ലാ സ്ത്രീകളും ഇങ്ങനെയല്ല. ശരിയാണ്, എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അവരങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ. അവർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ്? ഇപ്പം എന്തായി, സോഷ്യൽ മീഡിയ വഴി ഇട്ട് അതിനെ വളരെ വിഷയത്തിലാക്കി ആ 2 ഫാമിലിക്കും അത് മാനക്കേടുണ്ടാക്കിയില്ലേ? ലോകം വല്ലാത്ത ലോകം. ശരിക്കും സങ്കടം തോന്നുകയാണ്, മക്കളെ ഓർത്ത് വിഷമം തോന്നുകയാണ്.